ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എക്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ചില മിസ്റ്റേക്കുകൾ പലരുടെ ഭാഗത്തുനിന്നും വരാറുണ്ട്. അങ്ങനെയുള്ള കുറച്ച് മിസ്റ്റേക്കുകൾ, അതുപോലെ തന്നെ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് തിങ്സാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, പല ആളുകളുടെ ഒരു പ്രശ്നമാണ് ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ പെട്ടെന്ന് ചെന്ന് ബെഗ് ചെയ്യുക, യാചിക്കുക. അവർ വിളിച്ചിട്ട് പറയുക എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, കരയുക. അങ്ങനെ ഭയങ്കര നിങ്ങളുടെ ഇമോഷൻസ് മൊത്തം പറയുക. അത് പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല, ആദ്യത്തെ ഒരു തവണയൊക്കെ അങ്ങനെ പോട്ടെ. പക്ഷെ നിരന്തരമായിട്ട് അവർ അവോയ്ഡ് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും കൈയും കാലും പിടിച്ച് പുറകെ പോകേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങളുടെ ഇമോഷൻസ് അവരോട് പറയണ്ട. ഒറ്റ തവണ ഓക്കെ, അത് ഞാൻ പറഞ്ഞു. പക്ഷേ നിരന്തരം ബെഗ് ചെയ്യരുത്, പ്ലീസ്, റിക്വസ്റ്റാണ്. കാരണം നിങ്ങൾക്ക് ആ വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യാൻ കഴിയണമെങ്കിൽ അങ്ങനെ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ബെഗ് ചെയ്യാൻ പോകണ്ട. ചില ആൾക്കാർ നേരിട്ടായിരിക്കും ബെഗ് ചെയ്യുക. ചില ആളുകളാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് കോൾ ചെയ്ത് ഒക്കെ ആയിരിക്കും. 3 റൂട്ടിലൂടെയും വേണ്ട. കോളിലൂടെയും വേണ്ട, മെസ്സേജിലൂടെയും വേണ്ട, അതുപോലെ തന്നെ ഡയറക്റ്റും വേണ്ട. ക്ലിയർ? പിന്നെ ചില ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സുഹൃത്തുക്കളെ വിളിച്ച് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക. അല്ലെങ്കിൽ ഞാനിവിടെ ഭയങ്കര വിഷമത്തിലാണ്, അവനോടൊന്ന് വിളിക്കാൻ പറയാം, അല്ലെങ്കിൽ അവളോടൊന്ന് വിളിക്കാൻ പറയാം, നീ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് അവനെ മനസ്സിലാക്ക്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സിൻ്റെ സഹായം തേടുന്ന പല ആളുകളുമുണ്ട്. ഫ്രണ്ട്സിനോട് വിളിച്ച് നിങ്ങളുടെ വിഷമങ്ങൾ മൊത്തം ഷെയർ ചെയ്യുക. അത് അവിടെ പറഞ്ഞിട്ട് അവൻ ഇങ്ങോട്ട് വരട്ടെ, അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. അതും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ഫോക്കസ് ഓൺ യുവർ സെൽഫ്. നിങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ കുറച്ച് സോഷ്യൽ ആവുക, പുറത്തു പോവുക, ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുക. നിങ്ങൾ പുതിയ എന്തെങ്കിലും സ്കില്ലുകളൊക്കെ പഠിക്കുക, അതൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾ ഹാപ്പിയാണ് എന്നുള്ളത് അവരറിയട്ടെ. അതുപോലെ തന്നെ പലപ്പോഴും അവർ നിങ്ങളെ ചിലപ്പോൾ വിളിച്ച് ചിലപ്പോൾ സംസാരിക്കാനൊക്കെ നിൽക്കും, നമുക്ക് ഫ്രണ്ട്സായിട്ട് തുടരാം എന്നൊക്കെ പറയും. അങ്ങനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് താല്പര്യമില്ല എന്നുള്ളത് ഓപ്പണായിട്ട് ബോൾഡായിട്ട് തന്നെ പറയുക. സുഹൃത്തായിട്ടല്ല ഞാൻ നിന്നെ കണ്ടിട്ടുള്ളത്, എനിക്കതിന് താല്പര്യമില്ല, ഞാൻ നിന്നെ കണ്ടത് എങ്ങനെയാണോ അതുപോലെയാണെങ്കിൽ മാത്രമേ താല്പര്യമുള്ളൂ എന്നുള്ളത് ബോൾഡായിട്ട് പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ചിലപ്പോൾ വീണ്ടും വിളിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മളിങ്ങനെ ജോളിയായിട്ട് ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് എങ്ങനെയെങ്കിലുമൊക്കെ അവർ അറിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ കോളോ മെസ്സേജോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നിങ്ങൾ അധികം സംസാരിക്കാതിരിക്കുക. ടെക്സ്റ്റ് ആണെങ്കിൽ അധികം ടെക്സ്റ്റ് ചെയ്യാതിരിക്കുക. അവരെക്കുറിച്ച് ഒന്നും ചോദിക്കേണ്ട. നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന് വളരെ ഷോർട്ടായിട്ട് ആൻസർ ചെയ്തിട്ട് ഒഴിവാക്കുക. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് ചേസിങ് കൂടും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സൈലൻസ്, നോ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്താൽ തന്നെ ആബ്സെൻസ് വരുമ്പോൾ തന്നെ അവർക്ക് മിസ്സിങ് വരും. അങ്ങനെ മിസ്സിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമവരെ, നിങ്ങളെ ഇങ്ങോട്ട് ചേസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇങ്ങോട്ട് ചേസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം പ്രത്യേകം ഓർക്കുക, വളരെ ലെസ്സായിട്ട് മാത്രം സംസാരിക്കുക. അവരുടെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യരുത്, ചോദിച്ച് അന്വേഷിച്ച് എവിടെയാണ് ഇപ്പം എന്താ ചെയ്യുന്നത് എന്നുള്ളതൊന്നും ചോദിക്കരുത്. അത് ഷോർട്ട് ടൈം പീരീഡ് ആണെങ്കിലും ഇനി ഒരു വർഷം 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യാം. ക്ലിയർ ആയോ? അവരിങ്ങോട്ട് ചേസ് ചെയ്യട്ടെ, നമുക്ക് ശക്തിയുണ്ട്. നമുക്ക് അവരോട് ദേഷ്യ വെറുപ്പോ ഭാഗ്യമൊന്നും വേണ്ട കേട്ടോ. നമുക്ക് അവരോട് ഇഷ്ടം മാത്രം, സ്നേഹം മാത്രം, അത് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുക. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു വെപ്പൺ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. അതെന്താണ്? ഇമാജിനേഷൻ പവറാണ്, അല്ലേ? ആ ഇമാജിനേഷൻ പവർ യൂസ് ചെയ്യുക. കണ്ണുകൾ അടച്ചുകൊണ്ട് രാത്രി കിടക്കാൻ സമയത്ത് നിങ്ങൾ വിഷ്വൽ ചെയ്യുക പോസിറ്റീവായിട്ടുള്ള മൊമെൻറ്റ്സ്. അത് ഈ നിമിഷത്തിൽ നടക്കുന്നതായിട്ടാണ് വിഷ്വൽ ചെയ്യേണ്ടത്. അത് മാക്സിമം ഫീൽ ചെയ്യുക. ഏറ്റവും വലിയൊരു വെപ്പണാണ്, ആയുധമാണ്, വളരെ പവർഫുള്ളാണ്. അതൊന്ന് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളെ തേടി വരും, യാതൊരു സംശയമില്ല. അങ്ങനെ തേടി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്.
എനിവേ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹെൽപ്പിന് വേണ്ടി മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, നിങ്ങൾക്കൊരു പ്രത്യേക ഗൈഡൻസ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളൊരു 21 ദിവസത്തെ ഗൈഡൻസ് ഉണ്ട്, ത്രൂ വാട്സപ്പിലൂടെയാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ എക്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിലും മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, എനിവേ താങ്ക് യു. നമസ്തേ.